മഞ്ചേശ്വരം എം.എൽ.എ. എ.കെ. അഷ്റഫിന് തിരഞ്ഞെടുപ്പ് ഭീതിയെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി. ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. You have reached the complete wedding mall in Kerala. രാജകുമാരിയുടെ വിവാഹ വസ്ത്രം അതിഗംഭീരമാക്കാൻ പോകുന്നു. മഞ്ചേശ്വരം എം.എൽ.എ. എ.കെ. അഷ്റഫിന് അടുത്ത തിരഞ്ഞെടുപ്പിൽ തോൽക്കുമെന്ന ഭീതിയാണെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് എം.എൽ. അശ്വിനി ആരോപിച്ചു. ബി.ജെ.പി. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത്. അദ്ദേഹം തോൽവി മുന്നിൽ കാണുന്നതുകൊണ്ടാണ് ബി.ജെ.പിക്കെതിരെ അവാസ്തവങ്ങൾ പ്രചരിപ്പിക്കുന്നത്. പരാജയ ഭീതിയിലായ അദ്ദേഹം വലിയ നാടകങ്ങളാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും ടോൾ ബൂത്തിൽ നടത്തിയ നാടകങ്ങളെല്ലാം പൊളിഞ്ഞതായും മഞ്ചേശ്വരം മണ്ഡലത്തിൽ ബി.ജെ.പി. ജയിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞ് വലിയ ആശങ്കകൾ സൃഷ്ടിക്കുകയാണ് എം.എൽ.എ. എന്നും അശ്വിനി ആരോപിച്ചു. എം.എൽ.എ. ഉദ്യോഗസ്ഥന്മാരുടെ മേൽ അകാരണമായി സമ്മർദ്ദം ചെലുത്തുകയാണെന്നും അശ്വിനി കൂട്ടിച്ചേർത്തു. കെ സുരേന്ദ്രേട്ടൻ മത്സരിച്ച സമയത്ത് 89 വോട്ട്സ് അന്ന് തോറ്റത്. അന്ന് അന്വേഷണം നടത്തിയ സമയത്ത് നമുക്ക് മനസ്സിലായത് അവിടെ വ്യാപകമായിട്ടുള്ള കള്ള വോട്ടുകൾ നടന്നിട്ടുള്ളതാണ് പറഞ്ഞതായിട്ട് 259 ഫേക്ക് വോട്ടേഴ്സ് ഉണ്ട് എന്നാണ് നമുക്ക് തെളിവ് കിട്ടിയിട്ടുണ്ടായത്. അതിൽ 10 ആൾക്ക് സമൻസ് കൊടുത്തിട്ടാകുമ്പോൾ ആ 10 ആളും ഫേക്ക് വോട്ടേഴ്സ് ആണ് അറിഞ്ഞു. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന സമയത്ത് അബ്ദുൾ റസാഖ് മരണപ്പെട്ടത് കൊണ്ടാണ് അന്ന് ബി.ജെ.പി. ആ കേസ് പിൻവലിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ആ കേസ് പിൻവലിക്കിട്ടില്ല. അന്ന് തന്നെ ഈ ലീഗിന്റെ യഥാർത്ഥ സ്വഭാവം എല്ലാവർക്കും മനസ്സിലാവട്ടെ. കാലകാലമായിട്ട് കള്ള വോട്ടുകൾ എടുത്തുകൊണ്ടാണ് അവിടെ മഞ്ചേശ്വരത്താവട്ടെ കാസർഗോഡ് ഇവിടെ എം.എൽ.എമാർ ജയിക്കുന്നുള്ളത്. ഈ പ്രാവശ്യം എന്തായെങ്കിലും ഓരോരോ വോട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്, കാസർഗോഡിലും പിന്നെ മഞ്ചേശ്വരത്ത്. അതുകൊണ്ടാണ് നമ്മൾ ആ കള്ള വോട്ടുകൾ നടത്താൻ വേണ്ടിയിട്ട് വിടുന്നില്ല. ആ കള്ള വോട്ടുകൾ ഉണ്ടായെങ്കിൽ അത് എങ്ങനെയാണ് നമുക്ക് എടുക്കണം, അതും കൂടി ഒരു സ്റ്റെപ്പ് ഫോർവേഡ് പോയിട്ടായിട്ട് ബി.ജെ.പി. അത് വർക്ക് നടക്കുന്നുള്ളതാണ്. ഇതിൽ എന്താണ് തെറ്റിയായിട്ടുള്ളത്? SIR-ൽ നമുക്ക് ഫോം 7 കൊടുത്തിട്ടുള്ളത് സസ്പെക്ട് ആയിട്ടുള്ള വ്യക്തിന്റെ എതിര് നമുക്ക് ഫോം 7-ൽ ഫില്ലപ്പ് ആക്കിയിട്ട് കൊടുക്കുന്ന അവകാശം കൊടുത്തിട്ടുള്ളതാണ്. ഫോം സബ്മിറ്റ് ആക്കുള്ളത് അവകാശം എല്ലാവർക്കും ഉണ്ട്. സബ്മിറ്റ് ആക്കിയിട്ടായിട്ട് നമ്മൾ ERO കയ്യിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ERO പറഞ്ഞത് നിങ്ങൾ ഓൺലൈനിൽ തന്നെ ചെയ്തോളൂ, ഇവിടെ കുറെ ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് തന്നെ ഓൺലൈൻ സബ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത്. ആള് ജെന്യൂൻ ആയിട്ടുണ്ടെങ്കിൽ ആ വോട്ടിനെ ഡിലീറ്റ് ആക്കാണ്ട് വെക്കുന്ന ദൗത്യമാർക്കാണ്, BLO-മാർക്ക്, ആ ഓഫീസർമാർക്ക്. പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടുള്ള MLA ഒന്നും അറിയാത്ത പോലെ ഇവിടെ ഡിലീറ്റ് കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടായിട്ടുണ്ട് ബൈറ്റ് കൊടുത്തിട്ടുള്ളത്. ജില്ലാ ജനറൽ സെക്രട്ടറി PR സുനിൽ, വൈസ് പ്രസിഡന്റ് P രമേശൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് 14 ലൈവ് കാസർഗോഡ്.